ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അൻവറാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഓൺലൈൻ സൈറ്റിന്, അതായത് മീഷോ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ. ഞാൻ കൂടുതലും ചെയ്യുന്നത് മീഷോയിലും ആമസോണിലുമാണ് നമ്മൾ പ്രൊഡക്റ്റ് കൂടുതൽ ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു മീഷോയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിനെ പാക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ മീഷോയിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മീഷോയുടെ പ്രത്യേകത നമുക്ക് ഇന്ന് പ്രൊഡക്റ്റ് അയച്ചാൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് എൻ്റെ ജാർ പാക്കാണ്. ഇത് എനിക്കിന്ന് കിട്ടിയേക്കുന്ന ഓർഡർ 50 ഗ്രാമിൻ്റെ ജാർ പാക്കിൻ്റെ ഓർഡർ കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ജാറ് കാണാൻ പറ്റും. നമ്മളുടെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്താണ്, ഗ്ലൗണർ എന്ന് ഗ്രാമ്പൂടെ ഓർഡറാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിനെ നമ്മളുടെ ഒരു കവറിൽ ഇറക്കി വെച്ചാൽ കാണാൻ പറ്റും. ഈ കവറ് നമുക്ക് മീഷോയിൽ നിന്നാണ് വാങ്ങാൻ പറ്റുള്ളൂ. ഇത് 500 എണ്ണമായിട്ടാണ് വാങ്ങുന്നത്. ഇത് പല ടൈപ്പ് കവർ നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. ഈ കവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ട്രാൻസ്പെറൻസി കൂടുതലുള്ള ടൈപ്പ് കവറാണ്. ഞാൻ ഈ കവർ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ കാണണം, അങ്ങനത്തെ തീരുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഈ കവറിലിട്ട് പാക്ക് ചെയ്തത്. അപ്പോൾ ഈ കവർ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് 500 ഞാൻ വാങ്ങി. ഞാനപ്പോൾ ഈ കവറിൻ്റെ അകത്തിട്ടാണ് ഈ പ്രൊഡക്റ്റിനെ അടക്കാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓർഡർ വന്നുകൊണ്ടേയിരിക്കും മീഷോയിൽ നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കവറിലിട്ടിട്ട് അഴക്കണം. ഈ കവറിൽ അഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിനത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിക്കർ ചെയ്യണം. ഈ സ്റ്റിക്കർ നമുക്ക് ഓൺലൈനിൽ തന്നെ മീഷോയിൽ നിന്ന് തന്നെ ഡൗൺലോഡ് തന്നെയാണ്. നമുക്ക് ഓർഡർ വരുമ്പോൾ അതിന് കൂടെ തന്നെ ഈ സ്റ്റിക്കറും വരും. ഈ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കസ്റ്റമറുടെ അഡ്രസ്സ് ഉണ്ടാവും, എൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, വിലയുണ്ടാവും. അത് അപ്പുറ സൈഡിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ സ്റ്റിക്കറിൽ വരുന്നത്. പിന്നെ ഒരു AW നമ്പർ ഉണ്ടാവും, കൊറിയർ നമ്പർ. ഇത് നമ്മൾ കൊറിയർ അയക്കുന്നതിന് മുമ്പ് നമുക്ക് മീഷോയുടെ സൈഡിൽ കയറിയിട്ട് നമ്മൾ ആ AW നമ്പറും ഈ പാക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഈ സംഭവമാണ്, ഈ പാക്കറ്റ് നമ്പറും ഈ AW നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് പറയുന്നത്, ഇത് കൊറിയർ പോകുമ്പോൾ എന്തെങ്കിലും മിസ്സാവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒന്നാമത്തെ കാര്യം. 2, നമ്മളുടെ പ്രൊഡക്റ്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ്. ഇനി പ്രൊഡക്റ്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് മീഷോ തരും. അപ്പോൾ നമുക്കതുകൊണ്ട് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് മീഷോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ നമ്മളുടെ പ്രൊഡക്റ്റിന് നമ്മൾ ഇതേപോലെ ജാറിൽ, പൗച്ചിൽ, കവറിൽ നമ്മളങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നു. ഇതേപോലത്തെ ഒരു കവറ് നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങണം. ഒരു കവറില്ല, 500 മിനിമം ക്വാണ്ടിറ്റി വരുന്നത്. 500 മിനിമം മേടിക്കുക. അത് ട്രാൻസ്പെറൻസി ഉള്ള ടൈപ്പുണ്ട്, ട്രാൻസ്പെറൻസി ഇല്ലാത്ത ടൈപ്പുണ്ട്. ഞാനുള്ളത് ട്രാൻസ്പെറൻസി ഉള്ള ടൈപ്പാണ്. കൂടുതലും വിസിബിലിറ്റി കിട്ടണം വേണ്ടിയിട്ടാണ് ഞാൻ ഈ കവർ വാങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊറിയർ ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് കൊറിയറിൽ നമ്മൾ മീഷോയിൽ കൊറിയർ ചെയ്യുന്നത്. ഇതേ മോഡലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത്. താങ്ക് യു.